അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുത്താൽ വളപട്ടണം പുഴ കടലിൽ ചേരുന്ന അഴീക്കൽ മാട്ടൂൽ ഭാഗങ്ങളെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ തന്നെ വൈകുന്നേരങ്ങളിൽ ഒഴിവുവേളകൾ സമയം ചിലവഴിക്കാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. മനോഹരമായ കടൽ തീരങ്ങൾ എന്നും സഞ്ചാരികളുടെ പറുദീസയാണ്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പടുത്തുയർത്തിയിരിക്കുന്നത് ബീച്ചുകളുമായി ബന്ധപ്പെടുത്തിയാണ്. കേരളത്തിൽ 590 കിലോമീറ്റർ കടൽ തീരമുണ്ട്. എന്നാൽ വിരലിലെണ്ണാവുന്ന ബീച്ചുകളിൽ മാത്രമേ അടിസ്ഥാന സൗകര്യങ്ങളുള്ളൂ. ഇത്രയധികം നീളമുള്ള കടൽ തീരങ്ങൾ ഉണ്ടായിട്ടും ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച വികസന കുതിപ്പ് വളരെ കുറവാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ 10-ലധികം ബീച്ചുകൾ ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ നാമമാത്ര ബീച്ചുകളിൽ മാത്രമേയുള്ളൂ. അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തിയാൽ വളരെ വേഗം സഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രമായി മാറാൻ സാധ്യതയുള്ള സ്ഥലമാണ് മാട്ടൂലിൽ അഴിമുഖത്തോട് ചേർന്ന് കിടക്കുന്ന പുലിമുട്ടും അനുബന്ധ തീരങ്ങളും. നിരവധി പേരാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ എത്തുന്നത്. ചൂണ്ടയിടാനും മറ്റുമായി എത്തുന്നവരും നിരവധിയാണ്. എന്നാൽ കാൽനടയാത്ര പോലും ദുസ്സഹമാക്കുന്ന റോഡുകളും മാലിന്യ കൂമ്പാരങ്ങളുമാണ് ഇവിടം മുഴുവൻ. എന്നിട്ടും നിരവധി പേർ ദിനംപ്രതി ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. തീരത്തോട് ചേർന്നുള്ള കാറ്റാടി മരങ്ങളും മത്സ്യബന്ധന യാനങ്ങളുടെ യാത്രകളും ഇവിടെ എത്തുന്നവർക്ക് നവ്യാനുഭവം സമ്മാനിക്കും. റോഡ് വികസിപ്പിച്ചാൽ തന്നെ പതിയെ ഇവിടേക്ക് വികസനം കടന്നുവരും. അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സ്ഥല സൗകര്യവും ഇവിടെ ധാരാളമുണ്ട്. അധികൃതർ ശ്രദ്ധ ചെലുത്തിയാൽ മുഴപ്പിലങ്ങാട് ബീച്ച് അല്ലെങ്കിൽ പയ്യാമ്പലം ബീച്ച് പോലെ ഇവിടം കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കും. നമുക്കറിയാത്ത, നാം ചിന്തിച്ചിട്ടില്ലാത്ത എന്തോ ഒരു വശ്യഭംഗി മാട്ടൂൽ കടപ്പുറത്തിനുണ്ട്. അതുതന്നെയാണ് ദിനംപ്രതി നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് കുതിച്ചെത്താൻ കാരണവും. ഷാജി കിഴറയ്ക്കൊപ്പം ലിജിത ജനാർദ്ദനൻ, സീൽ ന്യൂസ്.